ആരാ ഡ്രൈവർ? വണ്ടി ഓടിക്കുന്ന ആൾ ഡ്രൈവർ. ആ, അമ്മയും ഡ്രൈവർ. ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂർ പയ്യന്നൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നമ്മുടെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇന്ന് പോകുന്നൊരു വീഡിയോ ആണ്, ഒരു കാഴ്ചയാണ് ഈ വീഡിയോ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാഴ്ചയും വഴിയെ കാണാം. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ ഇടുങ്ങിയ റോഡാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകണം. ചെറിയ റോഡാണ്. ഫാക്ടറിയൊക്കെ ഉണ്ടോ, കയറുണ്ടാക്കുന്ന ഫാക്ടറിയൊക്കെ ഇവിടെ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ. മുന്നിൽ വണ്ടി പോകണ്ട, ഒരു ഒമിനി വാനും പോയിട്ടുണ്ട്. വെള്ളച്ചാട്ടം വേനൽക്കാലം ആയതുകൊണ്ട് എത്രമാത്രം വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ പോയിട്ട് കുറേ ആയി. എന്തായാലും നമുക്ക് പോയി നോക്കാം. കുട്ടികളിൽ ഒരു സംഭവം, ആ സംഭവമില്ല, അതിൻ്റെ ഏരിയയാണ് തോന്നുന്നത്. കല്ല് മൊത്തം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ് കേട്ടോ. റോഡില്ല, ടാർ ചെയ്തിട്ടില്ല, മണ്ണിൻ്റെ റോഡാണ്. പക്ഷെ നല്ല കല്ലാണ് അടിയിൽ, വെട്ടുകല്ലിൻ്റെ ഇതാണ്. അതുകൊണ്ട് ചളിയൊന്നും ഉണ്ടാവില്ല മഴ പെയ്താലും. കുറച്ച് ചെറിയൊരു ഇറക്കമൊക്കെ ഉണ്ട്, ഒരു താഴ്ചയാണ്. ആ ഓമിനിക്കര അങ്ങോട്ട് തന്നെയാണ് തോന്നുന്നുണ്ടോ അല്ലേ? അല്ലല്ല, അവർ അവിടെ വീട്ടിൽ കയറി നന്നായി. അല്ലെങ്കിൽ അവിടെ നിന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ ജനങ്ങൾ നല്ല തിരക്കുണ്ടെങ്കിൽ നമ്മൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് വരും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിറങ്ങി കളിക്കുന്നതായിരിക്കും. ഓക്കെ, അതിനെക്കുട്ടി ഡൺ ഡൺ. അപ്പോൾ നമ്മളങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞ് കുറച്ച് ദൂരം ഈ ടാറിട്ട റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് 500 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളച്ചാട്ടം എത്തിച്ചേരുന്നതാണ്. റോഡാണ് ഉണ്ടോ. ഒരു കാടിനുള്ളിൽ കൂടെ പോകുന്ന പ്രകൃതിയാണ് ഇവിടെ ലഭിക്കുന്നത്. നമ്മൾ പോകുമ്പോൾ 2 സൈഡും പാൽമരങ്ങൾ, റബ്ബറിൻ്റെ പാൽമരങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു കുഴിയാണ് ഗൈസ്. വണ്ടി അടിമുട്ടുമോന്ന് അറിയില്ല. ഇല്ല, മുട്ടിയില്ല. പോട്ടെ. നമ്മുടെ സഞ്ചാരികൾ ഇടയ്ക്ക് നല്ല സഞ്ചാരികൾ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയ കടയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകൾ. ഒരു ചായക്കടയും അത്യാവശ്യം സ്നാക്സ് എല്ലാം ലഭിക്കുന്ന കടയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. പ്രൈവറ്റ് പാർക്കിംഗ് ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ എന്തായാലും ആരുമില്ല ഗൈസ്, നമ്മൾ മാത്രമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിങ്ങിന് പൈസ ഒന്നും കൊടുക്കണം കേട്ടോ. അവിടെ വെറുതെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. പ്രൈവറ്റ് പാർക്കിങ്ങിന് ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏരിയ കേട്ടോ. ഈ വഴിയും പോവാം, പക്ഷേ ഈ വഴി ഇപ്പോൾ അലോഡല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വഴി പോയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ പോയിട്ട് നമ്മൾ താഴത്ത് പോയിട്ട് അവിടെ നിന്ന് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്ന ഈ താഴത്തോടെ ഈ വഴിയാണ്. വരൂ, അതുകൊണ്ട് വാടാ, വരൂ. അപ്പോൾ നമ്മൾ താഴത്തോടെ ഈ വഴി ഇറങ്ങി. ഇവിടെ താഴത്തൊരു കോഴി ഫാം ഉണ്ടോ, അത് കാണിച്ചു തരാം.
ആ ഫാമിനകത്തൂടെ വേണം നമുക്ക് അങ്ങോട്ട് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാൻ. ആ പശു ഫാമുണ്ട്. പശു ഫാം കോഴി ഫാം എല്ലാം ഉണ്ട്. കോഴിയൊക്കെ ഉണ്ടാവും. ഇവിടെ ചെറിയ ഇറക്കമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഇറക്കം ഇറങ്ങണം അങ്ങനെ പോകാൻ. അതാണ് എന്തിൻ്റെ പേര്, ഹരി തീർത്ഥക്കര വെള്ളച്ചാട്ടം. അതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കേട്ടോ. എന്താ ഇവിടുത്തെ ഫാമിലുള്ള ആൾക്കാരാണ് ഇതെല്ലാം. നല്ല അടിപൊളി നായ്ക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ആ ഹൈറ്റ് കമ്മിയ നായ്ക്കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്താണ്? ഡാഷാ. മറ്റേ ഇത് പഗ്. അത് പഗ്, അത് ഡാഷ്. എനിക്കറിയില്ലപ്പാ. കുതിരകളെല്ലാം കാണാം കേട്ടോ. കുതിര കേട്ടോ. ഇതാണ് ഫാം. കുതിര, കോഴി, നായ്ക്കുട്ടികളെല്ലാം ഉണ്ട് ഇവിടെ. തൻകുട്ടി ഹായ് പറയടാ. ഹായ്. ഇതാണ് ഫാം. ഇവിടെ കോഴികളുണ്ട്, പശുക്കളുണ്ട്, എല്ലാം ഉണ്ട്. പശുക്കളെല്ലാം കഴുകുകയെന്ന് തോന്നുന്നു. മോട്ടറടിച്ചിങ്ങനെ കഴുകുക പശുക്കളെ കേട്ടോ. അപ്പുറത്ത് പോത്ത് എരുമയിലുണ്ടല്ലേ. അവിടെ അവർ താമസിക്കുന്ന വീടാൻ തോന്നുന്നു. ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഈ വഴി വേണം പോകാൻ. ഈ വഴി വേണം അങ്ങോട്ട് പോകാൻ, വെള്ളച്ചാട്ടത്തിനകത്തേക്ക്. യോഗ്യ സ്പാനാണ് ഈ കാണുന്നത് ആണോ. ഇവിടെ വളരെ ചെറിയൊരു വഴിയാണേ, ഒരു ഇടുങ്ങിയ വഴിയാണ് കാണിച്ചിട്ടാ. ഇപ്പോഴത്തെ മുകൾ വശത്തുകൂടി ആദ്യം വഴി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടെ ആളുകൾ അനധികൃതമായിട്ട് എന്തൊക്കെയോ പരിപാടി ചെയ്ത് കാരണം കൊണ്ടായിരിക്കും ഇതിൽ കൂടെ അവർ ഈ ഫാമിനകത്തൂടെ വഴി ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, വഴി ഇങ്ങനെ കറക്റ്റായിട്ട് വഴി എന്ന് പറയാനില്ല. ഇവിടെ ചെറിയൊരു വഴിയാണ്, അതിനകത്തൂടെ നമുക്ക് പോകാൻ വേണ്ടി. ഡെക്കെല്ലാം ഉണ്ട്. ഡെക്ക് ഇവിടെ കടകളെല്ലാം ഉണ്ട്. ഇതാണോ, നമുക്ക് ഈ ചെറിയൊരു വഴി കൂടെ വേണം ഇറങ്ങിപ്പോകാം കേട്ടോ. കടയ്ക്കകത്തുള്ള എന്താണ് കട. ഇവിടെ എഴുതണമെന്ന് തോന്നുന്നുണ്ടോ, അതിന് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വിസിറ്റേഴ്സിനുള്ള രജിസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടോ. അപ്പം അത് നമ്മൾ എഴുതിയിട്ട് വേണം പോകാൻ. ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വഴി വേണം അങ്ങോട്ട് പോകാൻ. അതാ കാണുന്ന അതാണ് വെള്ളച്ചാട്ടം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എത്തി എത്തി വെള്ളച്ചാട്ടത്തെത്തി കണ്ടോ. ഇതാണ് വെള്ളച്ചാട്ടം. അത്ര ഭയങ്കര വലുതൊന്നും പറയാനില്ല, പക്ഷെ മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടം, നല്ല വെള്ളം ഒഴുക്കുണ്ടാവും ഇവിടെ. ഇന്നിപ്പോൾ സൺഡേ കൊണ്ട് ആൾക്കാർ തിരക്കൊന്നും കാണാനില്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതാണ് വെള്ളച്ചാട്ടം. ഇതാ മുകളിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട് അങ്ങനെ ഈ വഴി അങ്ങനെ താഴത്തേക്ക് പോകാം കേട്ടോ. ഈ വഴി അങ്ങനെ പോവാറ്. നമ്മൾ നേരത്തെ ഒരു വഴി കാണിച്ചിട്ടുണ്ടല്ലോ, ആ വഴി കൂടെ വരികയാണെങ്കിൽ അതോ ഈ വഴി എങ്ങനെ വന്നിട്ട് കേട്ടോ ഇങ്ങനെ ഇറങ്ങണം. അപ്പോൾ നമ്മളെന്നാലും ഫസ്റ്റ് ആ വെള്ളച്ചാട്ടത്തിന് മുകളിൽ പോയിട്ട് വരാം അല്ലേ. അതിനെക്കുട്ടി മുകളിൽ പോവാം. ആ മുകളിൽ പോയിട്ട് വരാം. അവിടെ എന്താ ഉള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിന് ഇത് കൂടെ നേരെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പോട്ടെ ഫസ്റ്റ്. ഈ വഴി നേരെ മുകളിൽ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് മുകളിൽ വശത്ത് എത്താം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമ്മൾ വെള്ളച്ചാട്ടത്തിന് മുകളിലെത്തി. പക്ഷേ ഇവിടെ അങ്ങോട്ട് കടക്കാൻ പാടില്ല തോന്നുന്നു. അവിടെ കമ്പിവേലിയും കെട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കാർ ചാടി കടന്നുണ്ട്. നമ്മളതിൽ കൊടുത്തിട്ട് നമ്മളെ കാടിനകത്തൂടെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. അവിടെ നിന്ന് നോക്കാം. വെള്ളം ഭയങ്കര കുറവാണ്, വെള്ളം വളരെ കുറവാണ്, ഒന്നുമില്ല ഇവിടെ. നല്ല മഴയുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. വെള്ളം തീരെ ഇല്ല ഇവിടെ. ഇല്ലേ, ഇതാണ് ഇപ്പോൾ അവസ്ഥ.
തനുക്കുട്ടി അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. തനുക്കുട്ടി അങ്ങോട്ട് ഇറങ്ങും, വെള്ളത്തിൽ നോക്കട്ടെ. ഒഴുക്കലുണ്ടോ? വീണ്ട കേട്ടോ. ഇച്ചിരുന്ന് കളിക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ കളിക്കുകയാണ് കള്ളിപ്പെണ്ണ്. കള്ളിപ്പെണ്ണെ ഇങ്ങോട്ട് നോക്കൂ. മൊട്ടക്കുട്ടി ഇങ്ങോട്ട് നോക്കടാ. മീമി ഉണ്ടോ തനു? എവിടെ മീമി ഉണ്ടോ? ആഹാ. തനുക്കുട്ടി അവിടെ ഒരേ ഡാൻസാ, വെള്ളത്തിൽ കളി. തനുമോളെ ഇങ്ങോട്ട് നോക്കടാ. നോക്കില്ല, കളി തിരക്കില്ല. കേട്ടോ. വളരെ പ്രതീക്ഷയോടുകൂടി വന്നത്, പക്ഷെ അവിടെ കളിക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് ഒരു ഫാമിലിയോടെ കളിക്കുന്നുണ്ട്, ചെറിയ വെള്ളച്ചാട്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കളിക്കാൻ നിന്നില്ല വെള്ളത്തിൽ, നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ. നമ്മൾ മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിലേ അടിപൊളിയാണ്. മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും, നല്ല വെള്ളം ഒഴുക്കുണ്ടാവും. അപ്പോൾ സൂപ്പറാണ് അല്ലേ. ഇവിടുന്ന് കാണുമ്പോൾ നല്ല രസമില്ല ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് പോവാണ്, തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. തനുക്കുട്ടി ബായ് പറയടാ. ബായ്, ടാറ്റാ.